ഇത്തവണ ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ പന്തളം രാജാവിന് പങ്കെടുക്കാനാകാത്ത ഒരു അവസ്ഥയാണ്. ഇത് എവിടത്തെ ഒരു ന്യായമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പന്തളത്ത് നിന്ന് സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത ആരെയും പങ്കെടുപ്പിക്കരുതെന്നാണ് പത്തനംതിട്ട SP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ഉത്തരവ് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക എന്നാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം രാജപ്രതിനിധി ശശികുമാര വർമ്മ ചോദിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതൊരിക്കലും ന്യായീകരിക്കാനോ അതൊരിക്കലും നടപ്പിലാക്കാനോ സാധിക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പന്തളം രാജകുടുംബത്തിൽ നിന്നും ലഭിക്കുന്നത്. പന്തളം കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളും ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എതിരായി പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക? ഇത് തികച്ചും ഒരു നിഷേധാത്മകമായ ഒരു ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഉത്തരവ് ഒരിക്കലും അനുസരിക്കാൻ സാധിക്കില്ല എന്നും പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികൾ ഇപ്പോൾ സൂചന നൽകുന്നുണ്ട്. തിരുവാഭരണ പേടകം വർഷങ്ങളായി എടുക്കുന്ന ഒരാൾ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി കേസുകളിലും പെട്ടിട്ടുണ്ട്. ഇവർക്കിപ്പോൾ തിരുവാഭരണം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും സാധ്യമാവുകയില്ല. അവർ തന്നെയാകും തിരുവാഭരണം എടുക്കുക എന്ന സൂചനകളാണ് ഇപ്പോൾ പന്തളം രാജകൊട്ടാര പ്രതിനിധികൾ നൽകുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് തിരുവാഭരണത്തിനൊപ്പം അയക്കാൻ തീരുമാനിച്ചതും. ഇദ്ദേഹത്തിന് ഘോഷയാത്രയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതൊരിക്കലും സാധ്യമാകില്ല എന്നാണ് പന്തളം രാജകൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ പറയുന്നത്. ഇതെല്ലാം പ്രശ്നമായി മാറും എന്ന് തന്നെയാണ് രാജകൊട്ടാര പ്രതിനിധികൾ വിലയിരുത്തുന്നത്. തിരുവാഭരണത്തിനും ഘോഷയാത്രയ്ക്കും സുരക്ഷ നൽകുമെന്ന് ഹൈക്കോടതിയും പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയിരുന്നു. ഘോഷയാത്രയ്ക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് പന്തളം കൊട്ടാരം നൽകിയ ഹർജി കോടതിയിൽ തീർപ്പാക്കിയത്. ഇതിന്റെ പേരിൽ ഇറങ്ങിയ ഉത്തരവിലാണ് പന്തളം കൊട്ടാര പ്രതിനിധിക്ക് പോലും ഇപ്പോൾ പങ്കെടുക്കാനാവാത്ത തരത്തിലേക്കുള്ള പരാമർശം വന്നത്. അതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം അറിയിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പോലീസിന്റെ ഈ ഉത്തരവെന്നും പന്തളം രാജപ്രതിനിധി ശശികുമാര വർമ്മ അറിയിച്ചിട്ടുണ്ട്. പേടക സംഘം വളരെ കർക്കശമായ വ്രതം എടുക്കുന്നവരാണ്. പരമ്പരാഗതമായി ചില കുടുംബങ്ങളാണ് ഇത് നിറവേറ്റി വരുന്നത്. ഇവരിൽ ചിലർ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേസിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ അകറ്റി നിർത്താൻ നിലവിലെ സ്ഥിതി അനുസരിച്ച് കഴിയില്ല എന്നാണ് ശശികുമാര വർമ്മ വ്യക്തമായി പറയുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് ഇപ്പോൾ കൊട്ടാരം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വൈകിയ വേളയിൽ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ശശികുമാര വർമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. രാഘവവർമ്മ രാജയാണ് ഇത്തവണ ഘോഷയാത്രയിൽ തിരുവാഭരണത്തെ അനുഗമിക്കുന്നത്. പന്തളം കൊട്ടാര പ്രതിനിധിയാണ്. ആചാര സംരക്ഷണ പ്രതിഷേധങ്ങളിൽ ഇദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട പന്തളം കൊട്ടാരം നൽകിയ ഹർജിയിലാണ് ആവശ്യം പരിഗണിക്കുമെന്ന് പോലീസും ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി തീർപ്പാക്കിയത്. കനത്ത സുരക്ഷ നൽകുമെന്ന് പോലീസും തിരുവാഭരണത്തിന് കേടുപറ്റാതെ പന്തളം കൊട്ടാരത്തിൽ തിരികെ എത്തിക്കുമെന്ന് ദേവസ്വം ബോർഡും കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു ഉത്തരവ് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ശശികുമാര വർമ്മ ഇപ്പോൾ പ്രതികരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്രയിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകുമെന്നും ആവശ്യമായ സുരക്ഷ ഒരുക്കുമെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര പതിവ് പോലെ നടത്തുമെന്നും ദേവസ്വം ബോർഡ് ഇപ്പോൾ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവ് എങ്ങനെ അംഗീകരിക്കാൻ ആകും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് സന്നിധാനം വരെ തിരികെ കൊട്ടാരം വരെയും സുരക്ഷ ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവാഭരണത്തിന് കേടുപറ്റാതെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതേസമയം തിരുവാഭരണം ദേവസ്വം ബോർഡ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയിലേക്ക് പന്തളം കൊട്ടാരം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുള്ള പ്രതികാരമായാണ് തിരുവാഭരണത്തിൽ ഉത്തരവാദിത്തമെല്ലാം ദേവസ്വം ബോർഡിൽ നിന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഉത്തരവ് കേരള പോലീസ് പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിന് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടെന്നാണ് ശശികുമാര വർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത്. സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തളം രാജാവ് ശബരിമല ശാസ്താവിന് നൽകിയതാണെന്നാണ് ഇപ്പോൾ ഉള്ള വിശ്വാസം. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും. 3 പെട്ടിയിലായാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. മകരവിളക്കിന് ശേഷം നട അടയ്ക്കുന്നതുവരെ പന്തളം കൊട്ടാര പ്രതിനിധി സന്നിധാനത്ത് തുടരും. ക്ഷേത്രം അടച്ച് താക്കോൽ പ്രതീകാത്മകമായി ഏൽപ്പിക്കുന്നതും രാജപ്രതിനിധിക്കാണ്. ഇത്തരം ചടങ്ങുകളെ അട്ടിമറിക്കാനാണ് പോലീസിന്റെ ഉത്തരവ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള 22 അംഗ സംഘമാണ് തിരുവാഭരണ ശിരസിൽ ഏറ്റി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രധാന പെട്ടി ഗുരുസ്വാമിയും പൂജാപത്രങ്ങൾ അടങ്ങുന്ന പെട്ടി മരുതമന ശിവൻപിള്ളയും കൊടിപ്പെട്ടി കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായരും ശിരസിലേറ്റും. പരമ്പരാഗത പാതയിലൂടെയുള്ള യാത്രയിൽ സംഘങ്ങൾ മാറി മാറി പെട്ടികൾ ശിരസിലേറ്റും. കെ ഭാസ്കരക്കുറുപ്പ്, തുളസീധരൻ പിള്ള, രാജൻ കൊച്ചുതുണ്ടിൽ
ഗോപാലകൃഷ്ണ കൊച്ചുതുണ്ടിൽ, ഉണ്ണികൃഷ്ണ കുളത്തിനാൽ, ഓമനക്കുട്ടൻ, ഉണ്ണികൃഷ്ണപിള്ള കണ്ടാമത്തേത്, വിജയൻ വെളിച്ചപ്പാട്, സുനിൽ ആലുമൂട്ടിൽ, വിനീത് പനച്ചിക്കൽ, പ്രവീൺ കുമാർ, ദീപു, അശോകൻ, മധു, വിനോദ്, കൊച്ചുപുര, രാജൻ ഉണ്ണി, പ്രശാന്ത് എന്നിവരാണ് ഇപ്പോൾ ഇതിലെ അംഗങ്ങൾ. എന്തായാലും നാമജപ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കാനാകില്ല എന്ന തരത്തിലുള്ള ഉത്തരവിറക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം.